ജോലിക്ക് പോയ ആളുകളെ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുന്ന സാഹചര്യവും ഇന്ന് രാവിലെ ഉണ്ടായി. എറണാകുളം തിരുവാണിയൂരിലാണ് കിണർ കുഴിക്കാൻ പോയ തൊഴിലാളി രാജുവിനെ ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചത്. രാജു ജനം ടി വിക്കൊപ്പം ചേരുകയാണ്. രാജു രാവിലെ കിണർ കുത്തുന്ന ജോലിക്ക് പോയതാണ്. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് പണിമുടക്കുകാരുടെ ഭീഷണി. അങ്ങനെ ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് പണി മതിയാക്കി മടങ്ങി വരേണ്ട സാഹചര്യം ഉണ്ടായി. രാജു, ഇന്നുണ്ടായ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ഞങ്ങൾ രാവിലെ കിണർ കുഴിക്കാനായിട്ട് പോയത് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂരിനടുത്ത്. അപ്പോൾ അവിടെ കിണർ കുത്തണതിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തെ ഒരു 10-15 പേര് വണ്ടി തടഞ്ഞിട്ട് പറഞ്ഞ് പണിയാൻ പറ്റില്ല, പണിമുടക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു കുടിവെള്ളത്തിൻ്റെ ആവശ്യമല്ലേ, ഒന്ന് സഹകരിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പണിയാൻ പറ്റില്ല, കുടിവെള്ളത്തിൻ്റെ ആവശ്യം നാളെ ആണെങ്കിലും കുടിവെള്ളം എടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അത് തൊഴിലാളി പാർട്ടിയാണെന്ന് പറയണം, തൊഴിലാളികളുടെ പാർട്ടിയാണെന്ന് പറയണം. ഭീഷണിപ്പെടുത്തി തിരിച്ചു വിട്ടത് പണിയെടുക്കാതെ. തൊഴിലാളികളുടെ പാർട്ടിയാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുന്നത്. പ്രത്യേകിച്ചും കുടിവെള്ളം ലഭിക്കാൻ വേണ്ടി കിണർ കുത്താൻ പോയ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു? ഈ വന്നത് ഏതെങ്കിലും പ്രത്യേക യൂണിയനിൽപ്പെട്ട ആളുകളാണോ ശ്രീരാജു? ഇപ്പൊ ഹർത്താൽ പണിമുടക്ക് നടത്തുന്നവർ ആരാന്ന് അറിയാലോ നമുക്ക്. അതെ, അതായത് ഇപ്പൊ ഇന്ത്യയിൽ ഇങ്ങനെ അറ്റത്ത് വന്ന് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുക, കേരളത്തിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ ഈ ഇടതുപക്ഷാനുഭാവികളായിരുന്നു. ഇവരുടെ ഈ സ്വഭാവം കാരണം ഈ വിഷയം ഇപ്പൊ ഒരു വോട്ട് കൂടുതൽ അവർക്ക് കിട്ടൂല, കുറവല്ലാതെ അടുത്ത ഇലക്ഷനിൽ. തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ അവകാശപ്പെടുന്നവരാണ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചത്. ഈ തൊഴിൽ മുടക്കാൻ വന്ന ആളുകൾ ജോലിക്ക് പോകുന്നവരാണോ അതോ അവർ യൂണിയൻ നേതാക്കളാണോ? അവർ ഒരു നേതാക്കന്മാരും അല്ല, അവർ കാവിമുണ്ടും കയ്യിലുമുണ്ടും ഒക്കെ കൊടുത്തോണ്ട് അവിടെ നിൽക്കുന്നവരാ. ലോക്കൽസ് ആണോ അവിടെ ഉള്ളവരാണോ എന്ന് അറിയാൻ പാടില്ല. അവര് തൊഴിലാളികളുടെ പാർട്ടിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അതെ, തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുകയും തൊഴിലാളികളുടെ അന്നം മുടക്കുന്ന സമീപനമാണ് ഇവർ കൈക്കൊള്ളുന്നത്. രാജു, ഇത്തവണത്തെ സമരം എന്ന് പറയുന്നത് CITയും INTUCയും എല്ലാം ഒത്തുചേർന്നുള്ള സമരമാണ്. എന്തിനാണ് സമരമെന്ന് അവർക്ക് പോലും അറിയില്ല. അവർക്കും അറിയില്ല സമരം എന്തിനാണെന്ന് അവർക്കും അറിയില്ല. പണിക്ക് പോണവരെ ബലമായിട്ട് തടഞ്ഞു എന്നിട്ട് സമരം വിജയമാണെന്ന് അവർ പറയും. കാരണം പണിക്ക് പോണവരെ ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചാൽ പിന്നെ വിജയമാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഇത്തരത്തിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള തൊഴിലാളികളെ പോലും അവരുടെ പോലും മനസ്സ് മടുപ്പിക്കുന്ന നിലയിലാണ് ഇത്തരത്തിൽ നേതാക്കൾ പെരുമാറുന്നത്. രാജു, തുടരാം. തീർച്ചയായിട്ടും അവർക്ക് അടുത്ത പ്രാവശ്യം ഒരു വോട്ട് കൂടുതൽ കിട്ടുമെന്നാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ 9 വോട്ട് അവർക്ക് കുറയുള്ളൂ. ഈ തൊഴിലാളികൾ എല്ലാവരും ഇടതുപക്ഷ അനുഭാവികളാണ്. ഈ കൂലിക്ക് പോണേ അധികം ആൾക്കാർ അവരെ ഭീഷണിപ്പെടുത്തി വിട്ടിട്ട് പണിക്ക് പോകാൻ പറ്റില്ലെന്നാണ് അവർ പറയണത്. പണിക്ക് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് അവർ പറയുന്നത്. ഇന്ന് പണിക്ക് പോകണേ നാളെ ജീവിക്കാൻ പറ്റുള്ളൂ. കിണർ കുഴിക്കുന്ന തൊഴിലാളികൾക്ക് ഇന്ന് ജോലിക്ക് പോകാൻ പോലും പറ്റിയിട്ടില്ല. ഇന്നത്തെ ഒരു ദിവസം മുടങ്ങിയത് കൊണ്ട് എത്ര രൂപ നഷ്ടമുണ്ട് ശ്രീരാജു? ഒരു 10,000 മുകളിൽ മുടക്കമുണ്ട് പണിക്കാർക്ക് വേണ്ടി മാത്രം. ഇന്നത്തെ തൊഴിൽ കൊണ്ട് ഇന്ന് കിണർ കുത്തുന്ന ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്കെല്ലാം കൂടി 10,000 രൂപയുടെ നഷ്ടം വരുത്തി വെച്ചു. അതാണ് ഇന്നത്തെ പണിമുടക്കിൻ്റെ വിജയം എന്നിവർ ആഘോഷിക്കുന്നത്. ഇത്തരത്തിൽ എത്രയോ പേരുടെ ജീവിക്കാനുള്ള അവകാശം, അവരുടെ തൊഴിൽ ചെയ്യാനുള്ള അവകാശം എല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളുടെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പണിമുടക്ക് നടത്തിയിട്ടാണ് ഇതൊക്കെ വിജയമാണ് എന്ന് ആഘോഷിക്കുന്നത്. അതും ഭരണപക്ഷത്തുള്ള ഒരു ജനങ്ങൾക്ക് തോന്നേണ്ട വിജയമാണെന്ന്. വിജയമല്ല, ഇങ്ങനെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നത് വിജയമാണോ? അവരവകാശപ്പെടുകയാണ് വിജയമെന്ന്, സ്വയം അവകാശപ്പെടുകയാണ്. അത് സ്വയം അവകാശപ്പെടാവർക്ക്, പക്ഷെ അത് പൊതുജനം അംഗീകരിക്കണ്ടേ? അതെ, പൊതുജനങ്ങൾ ഇതിന് നേരെ എതിരാണ്. ജോലിക്ക് പോകുന്ന ശ്രീ രാജുവിനെ പോലെ നൂറുകണക്കിന് തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ സമരത്തിനെതിരെ പ്രതികരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ രാജു, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, നമുക്കറിയാം തോട്ടം മേഖല, തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ജില്ലയാണ്, അല്ലെങ്കിൽ അവർ ഭൂരിപക്ഷമുള്ള ജില്ലയാണ് ഇടുക്കി. അവിടെ ഈ സമരം അവരുടെ ദൈനംദിന ജീവിതത്തെ, അവരുടെ ഇന്നത്തെ കൂലിയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നിർബന്ധിത പണിമുടക്ക്. എങ്ങനെയാണ് ഇടുക്കി ഈ പണിമുടക്കിനെ കാണുന്നത് സുബിൻ? സംസ്ഥാനത്ത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിലാണ് ഈ പണിമുടക്ക് ഏറെ ബാധിക്കുന്നത്. കാരണം ഭരണപക്ഷത്തുള്ള സംഘടന തന്നെ, അല്ലെങ്കിൽ ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന CITയും അതുപോലെ തന്നെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന INTUCയും അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കുന്നത് കൊണ്ട് കേരളത്തിലെ ജനജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ ഇതിന് എതിരാണ്. ആളുകളുടെ പ്രതികരണം അങ്ങനെയാണ്.
ഓരോ ആളുകളുടെയും തൊഴിലെടുക്കുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സമരം അവരുടെ ഇന്നത്തെ കൂലി നഷ്ടപ്പെടുത്തുന്നു, ജീവിക്കാനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം എല്ലാം നഷ്ടപ്പെടുത്തുന്നു. എന്തിനാണ് ഈ സമരമെന്ന് പലർക്കും അറിയില്ല. ജനജീവിതത്തെ ദുരിതത്തിലാക്കിയുള്ള സമരം പലയിടങ്ങളിലും നിർബന്ധപൂർവം വഴി തടയുന്നു.